നല്ല സിനിമ. അവർ ലോ ഹൈപ്പിൽ വെച്ചത് തന്നെ നല്ല സ്ക്രിപ്റ്റിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ കിടിലം പെർഫോമൻസ്. ഇതാണ് ശരിക്കും സംഭവം, ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് തള്ളിമറിക്കലൊന്നുമില്ല, കിടിലം സ്ക്രിപ്റ്റ്, കിടിലം മേക്കിങ്, നല്ല സിനിമ. കിടിലം പടം കേട്ടോ, ഒരു രക്ഷയില്ല. ഇല്ല, നല്ല പടം. സത്യമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. നല്ല മേക്കിംഗ് ആണ്, മസാദി മേക്കിംഗ് ആണ്. സൂപ്പർ, ഒരു രക്ഷയില്ല, കിട്ടില്ല. ഒരു പെർഫോമർ ലാലേട്ടൻ തിരിച്ചു. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ലാതെ പോയി. നല്ല മൂവിയാണ്. കിടിലൻ എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ ഭയങ്കര കിടില അഭിനയമാണ്, ഒന്നും പറയില്ല. നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് പോകും. അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂറാണ് ശരിക്കും കയറി എലവേറ്റ് ചെയ്യുന്നത്. പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ. പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാണ് പടം. സിനിമ ഗംഭീര സിനിമ. എനിക്ക് ഇഷ്ടപ്പെടുന്ന പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷം. സത്യം, എമ്പുരാനൊന്നും അല്ല, ഇതാണ് പടം. എമ്പുരാനൊക്കെ ഇതിന്റെ മുമ്പിൽ എന്താണ് പടം? എമ്പുരാൻ പടമായിട്ട് ചിന്തിക്കാനേ പറ്റില്ല. കുറെ പടങ്ങൾ സലാറും KGF ഒക്കെ എടുത്തു. ഇത് പടമാണ്, സിനിമയാണ്. 100% സാറ്റിസ്ഫൈഡ്. മോഹൻ എല്ലാവരുടെയും പെർഫോമൻസ്, കാസ്റ്റിങ്ങും പെർഫോമൻസ്, മേക്കിംഗ് സ്റ്റൈൽസ്, BGM, ജേക്സ് ബിജോയൊക്കെ അടിപൊളി. ഒരു രക്ഷയില്ലാത്ത പടം. എമ്പുരാനൊന്നുമല്ല, പിക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം കോടികൾക്കാണ്. ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, തിരിച്ചു വരേണ്ടതില്ല. സൂപ്പർ മൂവി, ഒരു രക്ഷയില്ലാത്ത പടമാണ്. നല്ല പടം. ഒരുപാട് നാളിന് ശേഷമാണ് നെഞ്ചും വരിച്ച് ഇറങ്ങി വരുന്ന ഒരു ലാലേട്ടൻ്റെ പടം കണ്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞോട്. ഒന്നും വേണ്ട, ഹെലികോപ്റ്റർ വേണ്ട, റോക്കറ്റ് വേണ്ട. ലാലേട്ട് മലയാളികൾ ആഗ്രഹിക്കുന്ന ലാലേട്ട് ഇതാണ്. അടിപൊളി പടം, സൂപ്പർ പടം. ഒരു രക്ഷയില്ല, ഫാമിലി ആയിട്ട് മസ്റ്റായിട്ട് ഒന്ന് കാണണം. ആദ്യം മൂവി ഡെലിവർ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ കുറേ നാൾക്ക് ശേഷം ഭയങ്കര സെറ്റായിട്ട് കാണാൻ പറ്റി. വെരി ഹാപ്പി. താങ്ക് യു തരുൺ മൂർത്തി, താങ്ക് യു. സെറ്റാണ്, ലാലേട്ടൻ സെറ്റാണ്. നല്ല സെറ്റ് പടം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ലൈക്ക് ഞാൻ ഇമോഷണൽ ആവുന്ന ഭയങ്കര നല്ല പടം. ലാലേട്ടൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കിട്ടിയത്. എമ്പുരാനിൽ എക്സ്പെക്ട് ചെയ്ത് ഇന്നാണ് കിട്ടിയത്. സോ ഹാപ്പി. ദൃശ്യത്തിനപ്പുറം തന്നെ പൊളിച്ച്, ഒരു രക്ഷയില്ല. സൂപ്പർ ഫിലിം. പഴയ മോഹൻലാൽ തിരിച്ചു കൊണ്ടുവന്നു. കറക്റ്റാണ് എന്നുവെച്ചാൽ അത്രയും പെർഫെക്റ്റാണ്. നമുക്ക് കുറേ കാലം കൊണ്ട് മോഹൻലാലിൻ്റെ പടം ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ഇത് കറക്റ്റാണ്. നമുക്കൊരു ഇത് തിരിച്ചു കൊണ്ടുവന്നു മോഹൻലാലിനെ. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആയിട്ട് പറഞ്ഞല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം, സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ദൃശ്യം കണ്ടൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബോറൊന്നും അടിച്ചില്ല, നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമ. ലാലേട്ടൻ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല. ത്രൂ ഔട്ട് ലാലേട്ടൻ ആണ് മൊത്തത്തിൽ. എല്ലാ എക്സ്പ്രഷൻ, ഫൈറ്റ് എല്ലാം രക്ഷയില്ല, അടിപൊളി. തൂക്കി തരുൺമൂർത്തി ലാലേട്ടൻ ഏത് രീതിയിലാണോ പ്രസന്റ് ചെയ്തേക്കുന്നത്, എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ സാധനത്തിൽ മൊത്തത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പാക്കേജ് ആണ്, കംപ്ലീറ്റ് എന്റർടൈനർ ആണ്, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഐ വുഡ് സേ ലാലേട്ടൻ ഈസ് ബാക്ക്. അതാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് പടം. പ്രോപ്പർ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ പടം. അടിപൊളി പടം. ലാലേട്ടൻ കം ബാക്ക്, അത്രേ ഉള്ളൂ. നന്നായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല മൂന്നിൻ്റെ കുട്ടിക്കാലമായിട്ട് അഭിനയിച്ചത്. അപ്പം നന്നായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. കൈയടിച്ച് നമ്മളെ എല്ലാ നല്ല ഒരു പടമായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ലാലേട്ടൻ സൂപ്പറാണ്. എമ്പുരാനെക്കാളും സൂപ്പറാണ് ലാലേട്ടൻ. നല്ല മൂവിയാണ്. ഒരു സിനിമ. തരുൺമൂർത്തി കിടിലായിട്ട് മേക്കണം. അയാൾക്കാണ് ഫുൾ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത്. മോഹൻലാലിൻ്റെ പെർഫോമൻസിന് ഇങ്ങനെ ഈ ഒരു സമയത്ത് കിടിലായിട്ട് കൊണ്ടുവരികയും എല്ലാം ഉണ്ട്. ഫാമിലി ഡ്രാമയാണ്, പക്ഷെ അതിന് വേറെ കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ട്. ഒന്നും സ്പോയിലറാണ്. പിന്നെ ഒരു കിടിലൊരു പുതുമുഖ കഥാപാത്രമുണ്ട്. അയാൾ ഈ സിനിമയുടെ നട്ടല്ലാണ്. പേരൊന്നും എനിക്കറിയില്ല, കഥാപാത്രത്തിൻ്റെ പേരും ഞാൻ പറയണില്ല. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് മോഹൻലാലിന് ഇപ്പുറത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മോഹൻലാൽ, ശോഭന എല്ലാം. മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തരുൺമൂർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനകത്ത്. പൃഥ്വിരാജിൻ്റെ അടുത്ത്, മുരളി ഗോപിയുടെ അടുത്തൊക്കെ പോയി ഒരു ട്യൂഷൻ എടുക്കാൻ പറയുന്നത് ഇതിനകത്ത്. ഈ വായ്ത്താളം അടിക്കുന്നതല്ല സിനിമ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ഇൻഡസ്ട്രികളിലും തമിഴ്നാട്ടിലും മറ്റേ കർണാടകയിലും പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സിനിമ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞല്ല. ഇതാണ് സിനിമ. സിനിമ എന്താണെന്ന് പ്രേക്ഷകർ പറയും കണ്ടിട്ട്. ഇതാണ് ലാലേട്ടൻ. ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ലാലേട്ടനെ തിരിച്ച് കിട്ടേണ്ടത്. അല്ലാതെ കോട്ടിട്ട കോമാളത്തിനും കാണിക്കുന്ന ലാലേട്ടനല്ല നമുക്ക് ആവശ്യം. മുണ്ടെടുത്ത് ഇതേപോലെ ഇറങ്ങി വരണം ലാലേട്ടൻ. ഇങ്ങനത്തെ സിനിമകളോളം ചെയ്യുക. ഇതേപോലത്തെ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കണം. അതായത് സ്ഥിരം ഒരേ ഡയറക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യുന്ന ലാലേട്ടന് ഇങ്ങനത്തെ ഒരു ഇതേപോലത്തെ ഡയറക്ടേഴ്സിനെ കിട്ടണം. പുതുമുഖ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരണം. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്. എൻ്റെ മനസ്സിൽ മോഹൻലാൽ ഫാൻ ഇതിൽ ഉണർന്നു കഴിഞ്ഞു. കാരണം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു ലാലേട്ടൻ. എത്ര വർഷങ്ങളായി നമുക്ക് ഇതുപോലെ ഒരു ലാലേട്ടനെ കണ്ടിട്ട്. ഒരു ലൂസിഫർ പോലും ഒന്നുമല്ല ഈ സിനിമയിൽ മുമ്പ് വെച്ചിട്ട്.
നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് അവസാനം മോഹൻലാലിന് അവസാനം മോഹൻലാൽ കുറ്റം പറയുന്ന ഒരു ഇത് കയറി കാണണം. ഞാനും പറഞ്ഞിട്ടുണ്ട് കുറ്റം, എമ്പുരാനിലും പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിലും പറഞ്ഞിട്ടുണ്ട്. ലൂസിഫറിൽ അത്രയില്ല, എമ്പുരാനിൽ എനിക്ക് മോശമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഈ സിനിമ നിങ്ങൾ കയറണം. ഇതിനകത്ത് നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇതിനകത്ത് നെഗറ്റീവ് പറയുന്നവനെ വേണം പറയാൻ. ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഇല്ല ഈ പടം. ഈ സിനിമ പറയും, നമുക്ക് ആരും പറയണ്ട, വേറെ ആരും പറയണ്ട. സിനിമ കയറി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സിനിമ പറഞ്ഞു കൊടുക്കും എന്താണ് മോഹൻലാലെന്ന്, എങ്ങനെയാണ് മോഹൻലാലിനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലൊരു സിനിമ കഥയും ഇതുപോലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ മോഹൻലാലിന് കയറി വരാൻ പറ്റുമെന്നുള്ളത് 10 പടം പൊട്ടിയാലും 100 പടം പൊട്ടിയാലും ഇതുപോലുള്ള ഒരു പടം മതി മോഹൻലാലിന് കയറി വരാനെന്നുള്ളത് മോഹൻലാൽ തെളിയിച്ച് കഴിഞ്ഞു. കിടില സിനിമ വേണ്ട, എന്ത് പറയേ, കണ്ട സിനിമ വേണ്ട. ഒന്ന് നിങ്ങൾ മറന്നു സിനിമ കാണണം. കിടില സിനിമ, നമ്മൾ ദൃശ്യ സിനിമ കണ്ടില്ലേ, അതേ സെയിം. നമ്മൾ അത്രത്തോളം ഇത് കൊടുക്കാതെ വന്നിട്ട് ഇവിടെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. കിടില സിനിമയാണ്. അതായത് ഇതിനു മുന്നേ എമ്പുരാൻ പല ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര നാൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണോ ഈ ഓൾഡ് ലാലേട്ടൻ ന്യൂ ലാലേട്ടൻ എന്നല്ല, നമുക്കിത് റിയൽ OG ലാലേട്ടനെ നമുക്കിനകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് നല്ലത്. സത്യം പറഞ്ഞാൽ ഒരു ട്രൂ ലാലേട്ടൻ ഫാനിന് എന്തൊക്കെ കിട്ടാനുള്ള എല്ലാം ഉണ്ട്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള സാധനമാണ്. BGM ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊന്നും കൂടെ ലൈക്ക് അത് ഉൾക്കൊള്ളാനേ ഭയങ്കരമായിട്ട്. ഗംഭീര സിനിമ ബ്രോ.